പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. ഒറ്റക്കാലിൽ നിന്നിട്ടും 4 കാലിൽ നിന്നിട്ടും സുധാകരന്റെ തപസ് ഒത്തില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ കെ സുധാകരന് സീറ്റില്ല. പകരം അവിടെ ടി.ഒ. മോഹനൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. എംപിമാർ മത്സരിക്കേണ്ടെന്ന് നേതൃത്വം ഉറച്ച തീരുമാനമെടുക്കുകയായിരുന്നു. എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പാർട്ടി നേരത്തെ തീരുമാനം വ്യക്തമാക്കിയിരുന്നെങ്കിലും സുധാകരനാണ് അതൊന്നും ഗൗനിക്കാതെ കലാപക്കൊടി ഉയർത്തിയത്. നിർണായക ഘട്ടങ്ങളിൽ പാർട്ടിയെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നത് പ്രവർത്തകരുടെ ആവേശം കെടുത്തുന്നതാണെന്നും സമീപനം മാറ്റാത്തത് ശരിയല്ലെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തിയിരുന്നു. അതേസമയം സ്ഥാനാർത്ഥിയാക്കില്ലെന്ന് ഉറപ്പായതോടെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നതിൽ ഇന്ന് നിലപാടറിയാം. പ്രവർത്തക സമിതി അംഗത്വം സുധാകരൻ രാജിവെച്ചേക്കുമെന്നുമുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. പെരുമ്പാവൂർ സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അന്തിമ തീരുമാനമെടുക്കും. ഉദുമ, പട്ടാമ്പി, ചടയമംഗലവും ഖാർഗെ തീരുമാനിക്കും. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് തന്നെ മത്സരിക്കും. കടുത്ത സമ്മർദ്ദമാണ് ഷിയാസിനായി വി.ഡി. സതീശൻ ചെലുത്തിയത്. ദീപ്തി മേരി വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ നിലപാട്. ദീപ്തിയുടെ പേരിൽ പോസ്റ്ററുകളും പ്രിന്റ് ചെയ്ത് തുടങ്ങിയിരുന്നു. ദീപ്തിക്കിനി അതെടുത്ത് തീ കത്തിക്കുകയോ കാറ്റ് വീശിയിരിക്കുകയോ ചെയ്യാം. പുലർച്ചെ 2:30 വരെ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റ് നൽകേണ്ടെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയത്. കോൺഗ്രസിന്റെ 2ാം സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവിടാനിരിക്കെയാണ് തീരുമാനം. എന്നാൽ ഈ പട്ടികയും അന്തിമമല്ല. 40 സീറ്റുകൾ പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ളതിൽ 5 സീറ്റുകൾ ഒഴികെയുള്ള സീറ്റുകളിലാണ് ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉറച്ച് കേരള ഹൗസിൽ നിന്നും കെ സുധാകരൻ ഇന്നലെ NLC സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് സുധാകരന്റെ സ്റ്റാഫ് അംഗങ്ങൾ കേരള ഹൗസിൽ എത്തുകയും ചെയ്തു. എംപിമാരെ മത്സരിപ്പിക്കേണ്ടെന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കെ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിലപാടിനെതിരെ കെ സുധാകരൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് പ്രധാന തടസ്സമായത്. മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കെ സുധാകരൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട്. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നടത്തിയ അനുനയ ചർച്ചകളിലും അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ചൊവ്വാഴ്ച രാവിലെ ഡൽഹിയിലെത്തിയ സുധാകരൻ മാധ്യമങ്ങൾക്കോ നേതാക്കൾക്കോ മുഖം കൊടുക്കാതെ എംപിമാരുടെ ഭവന സമുച്ചയമായ ഗോദാവരിയിലെ 301 നമ്പർ ഫ്ളാറ്റിൽ കുത്തിയിരിപ്പാണ്. കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റില്ലെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചതോടെ ചൊവ്വാഴ്ച രാവിലെ മാധ്യമങ്ങളെ കാണുമെന്ന സൂചന സുധാകരൻ നൽകി. പിന്നാലെ രമേശ് ചെന്നിത്തല, M.K. രാഘവൻ തുടങ്ങിയ നേതാക്കൾ കെ സുധാകരനെ കാണാനെത്തി പട്ടിക പുറത്തു വരും മുൻപ് മാധ്യമങ്ങളെ കാണരുതെന്ന് അഭ്യർത്ഥിച്ചു. തനിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ വരുന്നത് കാണേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് സുധാകരൻ നൽകിയത്. ദേശീയ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും സുധാകരനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സീറ്റല്ലാതെ മറ്റൊന്നിനും വഴങ്ങില്ലെന്ന സൂചനയാണ് സുധാകരൻ നൽകിയത്. സുധാകരനെ പോലുള്ള മുതിർന്ന നേതാവിനെ മാറ്റി നിർത്തുന്നത് മലബാർ മേഖലയിലും കേരളത്തിലുടനീളവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ആശങ്ക സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. എൽദോസ് കുന്നപ്പള്ളി, കെ സുധാകരൻ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇനിയും വരാനുള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് 108 മണിക്കൂർ പിന്നിട്ടിട്ടും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയാത്തത് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കാരണമാണെന്ന് അണികളിലും ആവേശച്ചോർച്ചയ്ക്ക് കാരണമാക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. LDF, NDA സ്ഥാനാർത്ഥികൾ പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലെത്തിയിട്ടും കോൺഗ്രസ് പട്ടിക വൈകുന്നത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ വലിയ ആത്മസംഘർഷമുണ്ടാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും നീളുന്നത് പാർട്ടിയുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്ന ഭീതിയിലാണ് അണികളുള്ളത്. തുടർച്ചയായ ചർച്ചകൾക്ക് ശേഷം ഇന്ന് വൈകുന്നേരത്തോടെയെങ്കിലും അന്തിമ പട്ടിക പുറത്തിറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വമുള്ളത്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസും CPM-ൽ നിന്ന് പുറത്തേക്ക് വന്ന 4 നേതാക്കൾക്ക് പിന്തുണ നൽകുന്ന കാര്യവും BJP മുൻ നേതാവ് സന്ദീപ് വാര്യരെ ഉൾക്കൊള്ളിക്കുവാനുള്ള ശ്രമവും പട്ടിക വൈകുന്നതിൽ നിർണായകമായി. കൂടാതെ CPM വിട്ടുവന്ന G. സുധാകരനെ പോലുള്ളവർക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തതും UDF-ന് തിരിച്ചടിയാകുന്നുണ്ട്.